നമസ്കാരം. ഉത്രാടം നക്ഷത്രം 2025 പുതുവർഷ ഫലം നമുക്ക് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഉത്രാടംകാരൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. ജീവിതത്തിൽ ശനിദോഷം കാരണം ഒരുപാട് വലഞ്ഞ ഒരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ശനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ ഉത്രാടംകാരെ സംബന്ധിച്ചിടത്തോളം ഈ 2025 ഭാഗ്യവർഷമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. സ്വപ്ന സാക്ഷാത്കാരം, അതായത് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു വർഷമാണ്. വീട്, വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ യോഗം കാണുന്നത്, കുടുംബത്തിന്റെ തന്നെ അഭിമാനമായി മാറുന്നൊരു വർഷമാണ് ഈ 2025. സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവും. അതേപോലെ തന്നെ കടമൊക്കെ കൊടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കടമൊക്കെ കൊടുത്താൽ അത് തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ നടക്കുന്നാലും അതുപോലെ കുറച്ച് ശത്രുതകളൊക്കെ നമുക്ക് ഉണ്ടാവാനിടയുണ്ട്. തൊഴിലിടത്തിൽ ശുഭകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതായത് പ്രൊമോഷൻ, മേലധികാരികളിൽ നിന്ന് പ്രശംസ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ തൊഴിലിടത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇനി അഥവാ കുറേ നാളുകളായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ രോഗശാന്തി കിട്ടുന്ന ഒരു വർഷമായിരിക്കും. ബന്ധുക്കളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യതയുള്ളൊരു വർഷമാണ് ഈ 2025. പൊതുവെ 2025 നോക്കുമ്പോൾ 80% ഗുണവും ഒരു 20% മാത്രം മോശമുള്ള ഒരു വർഷമായിട്ടാണ് ഉത്തരായണക്കാരെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, ദോഷമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഭഗവതി ക്ഷേത്രമൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു ചുവന്ന പട്ട്, രക്തപുഷ്പാഞ്ജലി, കടും പായസം, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒരേ ദിവസം പോയി ചെയ്യുക. അതേപോലെ തന്നെ ശിവഭഗവാന് മാസത്തിൽ ഒരിക്കൽ എന്ന കണക്കിന് ജലധാര സമർപ്പിക്കുന്നതും വളരെ അത്യുത്തമമാണ്. ശത്രുശല്യം ഒന്നും നിങ്ങളെ ബാധിക്കത്തേയില്ല. മൂന്നാമത്തെ എന്ന് പറയുന്ന അയ്യപ്പ ക്ഷേത്രം ഉണ്ടെങ്കിൽ, ശനിയുടെ 3ാമത്തെ ഘട്ടത്തിലാണല്ലോ, അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ നീരാഞ്ജനം കഴിപ്പിക്കുന്നത് മൂലം ശനിദോഷങ്ങളൊക്കെ പൂർണ്ണമായി മാറുന്നതാണ്. ഉത്തരായണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പുതുവർഷമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഉത്രാട നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമഃ ശിവായ. ഇനിയും ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓം നമഃ ശിവായ.